കൊച്ചി പഴയ കൊച്ചിയല്ല. ഇത് ഒരു മമ്മൂട്ടി സിനിമയിലെ മാസ് ഡയലോഗാണ്. എന്നാൽ അടുത്തിടെയായി പുറത്തുവരുന്ന പല സംഭവങ്ങളും ഈ വാചകം ശരിവെക്കുന്നുണ്ട്. മെട്രോ നഗരത്തിലെ നൈറ്റ് ലൈഫിൻ്റെ മറ പിടിച്ച് അഴിഞ്ഞാടുന്ന ലഹരി സംഘങ്ങൾ, ഉന്നതരുടെ ഒത്താശയോടെ കൊച്ചിയെ അടക്കി ഭരിക്കുന്ന ഗുണ്ടാ സംഘങ്ങൾ. മലയാള സിനിമയുടെ ആസ്ഥാനം ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് പറിച്ചുനടപ്പെട്ടതോടെ പല ക്രിമിനൽ പ്രവർത്തനങ്ങളിലും സിനിമാ ബന്ധവും പതിവായിരിക്കുന്നു. ബാറുകളിൽ ലഹരി നുണയാനെത്തുന്നവർ തമ്മിലുള്ള അടിപിടികൾ കൊച്ചിക്ക് പുതുമയല്ല. ഏറ്റവും ഒടുവിൽ ഇത്തരമൊരു സംഭവമുണ്ടായത് കൊച്ചി ബാനർജി റോഡിലെ ബാറിലാണ്. IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന കേസിലാണ് ആ സംഭവം കലാശിച്ചത്. കേസിൽ പോലീസ് പ്രതിയേർത്തവരിൽ പ്രശസ്ത സിനിമാ നടി ലക്ഷ്മി മേനോനുമുണ്ട്. ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം. സ്വാഗതം. കൊച്ചിയിൽ ബാറിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി മേനോന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. ലക്ഷ്മിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം. കേസിൽ 3 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നടിയും സംഘവും IT ജീവനക്കാരന്റെ കാർ തടയുന്നതിൻ്റെയും പരാക്രമം കാട്ടുന്നതിൻ്റെയും ദൃശ്യങ്ങളും പുറത്തു വന്നു. ലക്ഷ്മി മേനോൻ കേസിൽ 3ാം പ്രതിയാണ്. അതേസമയം കെട്ടിച്ചമച്ച പരാതിയാണിതെന്നും കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നുമാണ് നടിയുടെ വാദം. ഞായറാഴ്ച കൊച്ചി ബാനർജി റോഡിലുള്ള ബാറിൽ വെച്ചായിരുന്നു തർക്കവും കയ്യാങ്കളിയും ഉണ്ടായത്. ലക്ഷ്മി മേനോനും സുഹൃത്തുക്കളും ഒരു ഭാഗത്തും മറ്റൊരു സംഘം മറുഭാഗത്തുമുണ്ടായ തർക്കം പിന്നീട് റോഡിലേക്ക് നീങ്ങി. താനും സുഹൃത്തുക്കളും ബാറിൽ നിന്ന് മടങ്ങിയതിന് പിന്നാലെ പ്രതികൾ കാറിനെ പിന്തുടർന്നതായി IT ജീവനക്കാരുടെ പരാതിയിൽ പറയുന്നു. രാത്രി 11:45 നോർത്ത് റെയിൽവേ പാലത്തിന് മുകളിൽ വെച്ച് കാർ തടഞ്ഞ് തന്നെ കാറിൽ നിന്നും വലിച്ചിറക്കി കൊണ്ടുപോയി. കാറിൽ വെച്ച് മുഖത്തും ദേഹത്തുമെല്ലാം മർദ്ദിച്ചുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതി. പിന്നീട് ഇയാളെ ആലുവ പറവൂർക്കവലയിൽ ഇറക്കിവിടുകയായിരുന്നു. നടിയും സംഘവും IT ജീവനക്കാരുടെ കാർ തടയുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആലുവ സ്വദേശി യുവാവാണ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. കേസിൽ അനീഷ്, മിഥുൻ, സോനാമോൾ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലക്ഷ്മി കേസിൽ 3ാം പ്രതിയാണ്. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ കാറിന്റെ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതികളിലെത്തിയത്. അറസ്റ്റിലായ സോനാമോളുടെ പരാതിയിൽ IT ജീവനക്കാരന്റെ സംഘത്തിൽപ്പെട്ട ഒരാൾക്കെതിരെയും പോലീസ് കേസെടുത്തു. മദ്യക്കുപ്പി എറിഞ്ഞ് പരിക്കേൽപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. അതിനിടെ നടി ലക്ഷ്മി മേനോൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതി നടിയുടെ അറസ്റ്റ് തടഞ്ഞു. പരാതിക്കാരൻ ബാറിൽ വെച്ച് അസഭ്യം പറഞ്ഞെന്നും തനിക്കെതിരെ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തിയെന്നുമാണ് ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ബാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം പരാതിക്കാരൻ മറ്റൊരു കാറിൽ പിന്തുടർന്ന് തടയുകയായിരുന്നു. തുടർന്ന് ബിയർ കുപ്പിയുമായി ആക്രമിച്ചു. കെട്ടിച്ചമച്ച കഥകളാണ് IT ജീവനക്കാരൻ ഉന്നയിച്ച പരാതിയുടെ ഉള്ളടക്കമെന്നും കുറ്റകൃത്യവുമായി തനിക്ക് ബന്ധമില്ലെന്നും ലക്ഷ്മി മേനോന്റെ ജാമ്യാപേക്ഷയിലുണ്ട്. മലയാളം, തമിഴ് സിനിമകളിൽ സജീവമായ ലക്ഷ്മി രഘുവിന്റെ സ്വന്തം റസിയ, കുംകി, ജിഗർ തണ്ട, അവതാരം, വേതാളം, ചന്ദ്രമുഖി 2, സുന്ദരപാണ്ഡ്യൻ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. അരുംകൊല ചെയ്യപ്പെട്ട മകനെ ഓർത്ത് 2 പതിറ്റാണ്ടായി കണ്ണീര് തോരാത്ത ഒരമ്മയുണ്ട് തലസ്ഥാന നഗരത്തിൽ. തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഉരുട്ടിക്കൊലക്കിരയായ ഉദയകുമാറിൻ്റെ അമ്മ പ്രഭാവതി. എന്തുകൊണ്ടാണ് ആ അമ്മയുടെ കണ്ണീർ നീതിപീഠം കാണാതെ പോയത്? കോളിളക്കം സൃഷ്ടിച്ച കേസിൽ പ്രതികൾക്ക് അനുകൂലമായി ഹൈക്കോടതി വിധി പ്രസ്താവിക്കാനിടയായ സാഹചര്യം എന്താണ്? ഉരുട്ടിക്കൊലക്കേസിൽ മുഴുവൻ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടപ്പോൾ ഞെട്ടലിലാണ് കേരളം. 1ാം പ്രതിയുടെ വധശിക്ഷയും കോടതി റദ്ദാക്കി. അന്വേഷണത്തിൽ CBIക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് വ്യക്തമാക്കിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കിയ ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിലാണ് മുഴുവൻ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടത്. CBI കോടതി ശിക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ K. ജിതകുമാർ, DYSP ആയിരുന്ന അജിത് കുമാർ, SP-മാരായിരുന്ന EK സാബു, TK ഹരിദാസ് എന്നിവരെയാണ് ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, KV വിജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വെറുതെ വിട്ടത്. 1ാം പ്രതി ജിതകുമാറിന്റെ വധശിക്ഷയും കോടതി റദ്ദാക്കി. CBI കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച 2ാം പ്രതി ശ്രീകുമാർ 2020-ൽ മരിച്ചിരുന്നു. അന്വേഷണത്തിൽ CBIക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് കോടതി നിരീക്ഷിച്ചു. CBI അന്വേഷണവും അവർ സ്വീകരിച്ച പ്രോസിക്യൂഷൻ നടപടികളും നിയമവിരുദ്ധമാണെന്നും കോടതി കണ്ടെത്തി.
ഏറെ വൈകാരികമായിരുന്നു ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതിയുടെ പ്രതികരണം. തന്റെ മകനെ പച്ചയ്ക്ക് തിന്നവരെ പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. ഹൃദയമുണ്ടെങ്കിൽ കോടതി ഇങ്ങനെ പറയില്ല. കേസ് അട്ടിമറിക്കാൻ ആരോ കളിച്ചുവെന്നും പ്രഭാവതി ആരോപിക്കുന്നു. ഇനി എന്തൊക്കെ ചെയ്യണം? നിങ്ങൾ പറഞ്ഞു തരി, എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന്. നിങ്ങളെല്ലാവരും അന്ന് നിന്നല്ല, നിങ്ങൾ പറഞ്ഞു തരി, നിങ്ങളൊരു വാക്ക് പറഞ്ഞു തരി, എന്തൊക്കെ ചെയ്യണം. ഞാൻ എനിക്ക് തോന്നണില്ല ഈ കുടുംബരോഗി എന്തെങ്കിലും മായം കാണിച്ച് അവൻ ആരെ വല്ലതും ചെയ്തു വെച്ച് എന്നെ ചെയ്തു വെച്ചോ, അല്ലെ ആരെങ്കിലും ചെയ്തു വെച്ച് ഇവൻ വെളിയിൽ ഇറങ്ങാന്ന് എനിക്കറിഞ്ഞൂടാ. 2025 സെപ്റ്റംബർ 27 ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്നാണ് അന്നത്തെ ഫോർട്ട് CI EK സാബുവിന്റെ പ്രത്യേക സ്ക്വാഡ് മോഷണക്കുറ്റം ആരോപിച്ച് ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. ആക്രിക്കടയിലെ ജീവനക്കാരനായിരുന്ന ഉദയകുമാറിന് നേരെ മാരകമായ 3ാം മുറയാണ് പോലീസ് പ്രയോഗിച്ചത്. പോലീസുകാരായ ജിതകുമാറും ശ്രീകുമാറും ചേർന്ന് GI പൈപ്പ് കൊണ്ട് തുടയിൽ മാരകമായി അടിക്കുകയും ഉരുട്ടുമുറ പ്രയോഗിക്കുകയും ചെയ്തതായാണ് കേസ്. കൊടിയ പീഡനത്തെ തുടർന്ന് രാത്രി 8 മണിയോടെ ഉദയകുമാർ മരിച്ചു. തുടർന്ന് SI അജിത് കുമാറും CI EK സാബുവും ചേർന്ന് ഗൂഢാലോചന നടത്തി കള്ളക്കേസ് ചാർജ് ചെയ്തു. പ്രതികൾ തയ്യാറാക്കിയ FIR ASI രവീന്ദ്രൻ നായർക്കും ഹീരാലാലിനും കൈമാറി. റൈറ്റർ മധുസൂദനനെ ഭീഷണിപ്പെടുത്തി അറസ്റ്റ് കാർഡും തയ്യാറാക്കി. പീഡനത്തിനുപയോഗിച്ച ആയുധങ്ങളെല്ലാം മാറ്റി. വഴിയരികിൽ പരിക്കേറ്റ് കിടന്ന ഉദയകുമാറിനെ രാത്രി 8 മണിയോടെ സ്റ്റേഷനിൽ കൊണ്ടുവന്നുവെന്ന് രേഖകളുണ്ടാക്കി. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് മരണത്തിന് 3ാം ദിവസം RDOയുടെ സാന്നിധ്യത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മർദ്ദനത്തിന്റെ ഭീകരത പുറത്തുവന്നത്. 2005 ഒക്ടോബർ 5-ന് ക്രൈംബ്രാഞ്ചും 2007 ഒക്ടോബർ 17-ന് CBIയും അന്വേഷണം ഏറ്റെടുത്തു. വിചാരണയ്ക്കിടയിൽ പല സാക്ഷികളും കൂറുമാറി. കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയ 5 പോലീസുകാരിൽ K ജിതകുമാറിനും SV ശ്രീകുമാറിനും 2018 ജൂലൈ 25-ന് വധശിക്ഷ വിധിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ അടക്കം 5 പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടതിനെതിരെ നിയമയുദ്ധം തുടരാനാണ് കുടുംബത്തിന് നിയമസഹായം നൽകുന്നവരുടെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം. ലൈംഗിക പീഡനാരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ കേസെടുത്ത് ക്രൈംബ്രാഞ്ച്. പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന കുറ്റത്തിനാണ് കേസെടുത്തത്. പോലീസ് ആസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് വിഭാഗമാകും രാഹുലിനെതിരെയുള്ള കേസ് അന്വേഷിക്കുക. അതേസമയം രാഹുലിന് പിന്നാലെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാറിനെതിരെയും ലൈംഗിക പീഡന പരാതി ഉയർന്നു. പരാതിക്ക് പിന്നിൽ സ്വത്ത് തർക്കമാണെന്നാണ് കൃഷ്ണകുമാറിന്റെ പ്രതികരണം. രാഹുലിനെതിരെ നിയമപ്രകാരമുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. ആരോപണം ഉന്നയിച്ച സ്ത്രീകളിൽ നിന്ന് നേരിട്ട് പരാതികളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന നിലപാടായിരുന്നു പോലീസ് ആദ്യം സ്വീകരിച്ചിരുന്നത്. പോലീസ് ആസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് വിഭാഗമാകും രാഹുലിനെതിരെയുള്ള കേസ് അന്വേഷിക്കുക. ശബ്ദ സംഭാഷണം പുറത്തുവന്ന യുവതിയടക്കമുള്ളവരെ കണ്ടെത്താനും മൊഴിയെടുക്കാനും പോലീസ് ശ്രമിക്കും. തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് രാഹുലിനെതിരെ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതുൾപ്പെടെയുള്ള ശബ്ദ സന്ദേശവും ചാറ്റുകളും പുറത്തുവന്ന സാഹചര്യത്തിൽ സൈബർ വിഭാഗവും കേസെടുക്കാനാണ് സാധ്യത. ബാലാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലും രാഹുലിനെതിരെ പരാതികൾ ലഭിച്ചിരുന്നു. വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു. അതിനിടെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. ശനിയാഴ്ച ഹാജരാകാനാണ് നോട്ടീസ്. പ്രതികളുടെ ശബ്ദരേഖയിൽ രാഹുലിന്റെ പേരും പരാമർശിക്കപ്പെട്ടതോടെയാണ് നോട്ടീസ് നൽകിയത്. രാഹുലിനെതിരായ ഗുരുതര ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് BJPയിലും ലൈംഗിക പീഡന പരാതി ഉയർന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാറിനെതിരെ പാലക്കാട് സ്വദേശിയായ യുവതിയാണ് സംസ്ഥാന പ്രസിഡന്റിന് പരാതി നൽകിയത്. എന്നാൽ ആരോപണം C കൃഷ്ണകുമാർ തള്ളി. പരാതിക്ക് പിന്നിൽ സ്വത്ത് തർക്കമാണെന്നും കോടതി തള്ളിയ കേസാണെന്നുമാണ് വിശദീകരണം. ഇതൊക്കെ 2015-ല് 20-ലൊക്കെ പൊട്ടാതെ പോയ നനഞ്ഞ ഓലപ്പടക്കമുണ്ട്. പ്രതിപക്ഷ നേതാവിനെ ഈ വ്യക്തിയെക്കുറിച്ച് അറിയില്ല തോന്നുന്നു. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് വലിയൊരു അബദ്ധത്തിന്റെ കുഴിയിൽ വീണു. ബഹുമാനപ്പെട്ട കോടതി തള്ളിക്കളഞ്ഞ കേസാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ നിന്നും വിജിൽ എന്ന യുവാവിനെ 6 വർഷം മുമ്പ് കാണാതായ കേസിന്റെ ചുരുളഴിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. വിജിലിന്റെ മൃതദേഹം കുഴിച്ചുമൂടിയെന്ന് പ്രതികൾ പറഞ്ഞ സരോവരത്തെ ചതുപ്പിൽ പോലീസ് മണ്ണു നീക്കി പരിശോധന നടത്തി. 1-ാം പ്രതി നിഖിലിനെ സ്ഥലത്തെത്തിച്ചാണ് അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിലും ഇവിടെ പരിശോധന തുടരും.
സരോവരത്തെ ചതുപ്പ് നിലത്തിൽ വിജിലിന്റെ മൃതദേഹം കുഴിച്ചിട്ടെന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന ആരംഭിച്ചത്. ഒന്നാം പ്രതി നിഖിലിനെ സ്ഥലത്തെത്തിച്ചായിരുന്നു പരിശോധന. മൃതദേഹം താഴ്ത്തിയ സ്ഥലം പ്രതി അന്വേഷണ സംഘത്തെ കാണിച്ചതോടെ ചതുപ്പിലെ വെള്ളം വറ്റിച്ചാണ് പരിശോധന ആരംഭിച്ചത്. എന്നാൽ ചതുപ്പിൽ താഴ്ന്നുപോകുന്ന സ്ഥിതിയായതോടെ പരിശോധന തൽക്കാലം അവസാനിപ്പിക്കുകയായിരുന്നു. മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് കരുതുന്ന ഇടത്തേക്ക് വഴിവെട്ടി ചെറിയ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ചെളി നീക്കം ചെയ്യാനാണ് തീരുമാനം. മുജാഹിദീൻ മഹാസമ്മേളനത്തിന്റെ അവശിഷ്ടങ്ങൾ സ്ഥലത്തുനിന്ന് നീക്കം ചെയ്യാത്തതും പരിശോധനയ്ക്ക് തിരിച്ചടിയായി. കേസിൽ ഒന്നാം പ്രതി എരഞ്ഞിപ്പാലം സ്വദേശി നിഖിൽ, മൂന്നാം പ്രതി വേങ്ങേരി സ്വദേശി ദീപേഷ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, സംഘം ചേർന്നുള്ള കുറ്റകൃത്യം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയവയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ. വിജിലിന്റെ ബൈക്കും മൊബൈൽ ഫോണും കല്ലായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിച്ചു എന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിനു പിന്നാലെ സ്റ്റേഷന് സമീപത്തെ കാട്ടിൽ നിന്ന് ബൈക്ക് കണ്ടെടുത്തിരുന്നു. അമിത അളവിൽ ലഹരിമരുന്ന് ഉപയോഗിച്ചതിനെ തുടർന്ന് വിജിൽ മരിച്ചതോടെ സരോവരം പാർക്കിൽ കുഴിച്ചിട്ടെന്നായിരുന്നു സുഹൃത്തുക്കളായ പ്രതികളുടെ മൊഴി. ചതുപ്പിൽ താഴ്ത്തി 8 മാസങ്ങൾക്ക് ശേഷം വിജിലിന്റെ അസ്ഥികൾ കുഴിച്ചെടുത്ത് കടലിൽ ഒഴുക്കിയതായും സംസ്കാരക്രിയകൾ നടത്തിയതായും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. മരണാനന്തര ചടങ്ങുകൾ നടത്തിയത് കോഴിക്കോട് വരക്കൽ കടപ്പുറത്താണെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ നടത്തിയ പുരോഹിതനെ കണ്ടെത്താനുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. കസ്റ്റഡി കാലാവധിക്കുള്ളിൽ തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. കേസിലെ ഒളിവിലുള്ള രഞ്ജിത്തിനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ധർമ്മസ്ഥലയിൽ എന്താണ് സംഭവിക്കുന്നത്? നിയമസംവിധാനങ്ങളെ ആകെ കബളിപ്പിക്കാനാണോ മുൻ ശുചീകരണ തൊഴിലാളി ശ്രമിച്ചത്? കേസിൽ SIT അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. ശുചീകരണ തൊഴിലാളി ചിന്നയ്യയെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹിയുടെ വീട്ടിലെത്തിച്ച് മണിക്കൂറുകൾ നീണ്ട പരിശോധന നടത്തി. വീട്ടിൽ നിന്നും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിർണായക തെളിവുകൾ കണ്ടെടുത്തിട്ടുണ്ട്. ശുചീകരണ തൊഴിലാളി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന ആരോപണം ശക്തമാകുന്നതിനിടെയാണ് പരിശോധന. ധർമ്മസ്ഥല കേസ് വഴിത്തിരിവുണ്ടായതിനു പിന്നാലെ ആക്ഷൻ കമ്മിറ്റി നേതാവിനെ കേന്ദ്രീകരിച്ചാണ് SIT അന്വേഷണം. ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹി മഹേഷ് ഷെട്ടി തിമരോടിയുടെ ഉജിരയിലെ വീട്ടിൽ SIT സംഘം പരിശോധന നടത്തി. വൻ സന്നാഹത്തോടെ എത്തിയ സംഘത്തിന്റെ പരിശോധന മണിക്കൂറുകളോളം നീണ്ടു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഡിജിറ്റൽ തെളിവുകൾ ഇവിടെ നിന്നും പോലീസ് കണ്ടെടുത്തു. ശുചീകരണ തൊഴിലാളി ദിവസങ്ങളോളം താമസിച്ചിരുന്നത് മഹേഷ് ഷെട്ടിയുടെ വീട്ടിലായിരുന്നു. ഇയാളുടെ വീട് കേന്ദ്രീകരിച്ചാണ് ഗൂഢാലോചന നടന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇതിനിടെ കസ്റ്റഡിയിലുള്ള ശുചീകരണ തൊഴിലാളി ചിന്നയ്യ ഉപയോഗിച്ചിരുന്ന 6 മൊബൈൽ ഫോണുകളും SIT കണ്ടെടുത്തു. ഇതിൽ നിന്നും നിർണായക തെളിവുകൾ അടങ്ങുന്ന ദൃശ്യങ്ങൾ കണ്ടെടുത്തെന്നാണ് ലഭിക്കുന്ന സൂചന. 10 ദിവസത്തേക്കാണ് ചിന്നയ്യെ SIT കസ്റ്റഡിയിൽ അനുവദിച്ചത്. ന്യൂസ് 18 ധർമ്മസ്ഥല. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്തയിലേക്കാണിനി. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് ഉദീൻകുളങ്ങരയിലെ വീട്ടിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്ന 2 വയോധികരെ പോലീസ് മോചിപ്പിച്ചു. വസ്തുയിടപാടുകാരെ പോലീസ് വേഷത്തിലെത്തി തട്ടിക്കൊണ്ടുവന്നത് ബ്ലാക്ക്മെയിലിംഗ് ലക്ഷ്യമിട്ടാണെന്ന് പോലീസ് പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർ പാറശാല പോലീസിന്റെ പിടിയിലായി. ലഹരി സംഘത്തിനായി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കിഡ്നാപ്പിംഗ് സംഘം കുടുങ്ങിയത്. തമിഴ്നാട്ടിൽ നിന്ന് ചെങ്കൽ ഉദയൻകുളങ്ങരയ്ക്ക് സമീപത്തെ ആൾപ്പാർക്കില്ലാത്ത വീട്ടിലെത്തിയ ഇരുചക്ര വാഹനത്തെ പിന്തുടർന്നെത്തിയതായിരുന്നു ഡാൻസ് ഓഫ് അംഗങ്ങൾ. പുറത്തുനിന്ന് പൂട്ടിയിരുന്ന വീടിന്റെ അകത്ത് ഫാൻ കറങ്ങിയത് പോലീസിന്റെ സംശയം വർദ്ധിപ്പിച്ചു. തുടർന്ന് പരിശോധന നടത്തവെയാണ് അകത്തുനിന്ന് രക്ഷിക്കണമെന്ന കരച്ചിൽ കേട്ടത്. വാതിൽ ചവിട്ടി തുറന്നാണ് പോലീസ് അകത്തു കയറിയത്. കൃഷ്ണഗിരി സ്വദേശികളായ യൂസഫ്, ജാബിർ എന്നിവരെയാണ് ചങ്ങല കൊണ്ട് ബന്ധനസ്ഥനാക്കിയിരുന്നത്.
സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഓൺലൈൻ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ഒരാളുടെ നിർദ്ദേശപ്രകാരം കൃഷ്ണഗിരിയിലെ വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ടാണ് യൂസഫും ജാബിറും എത്തിയത്. കേരള പോലീസിന്റെ വേഷം ധരിച്ച് ഇന്നോവയിലെത്തിയ സംഘം കേരളത്തിൽ കേസുണ്ടെന്നും SP-യുടെ മുമ്പിൽ ഹാജരാക്കണമെന്നും പറഞ്ഞ് ഇവരെ വിലങ്ങണിയിച്ചു. തുടർന്ന് യാത്രയിലുടനീളം ക്രൂരമായി മർദ്ദിച്ചു. 50 ലക്ഷം രൂപ നൽകിയാൽ മാത്രമേ ഇരുവരെയും മോചിപ്പിക്കൂ എന്ന് പറഞ്ഞാണ് ഉദയൻകുളങ്ങരയിലെ വീട്ടിൽ പൂട്ടിയിട്ടത്. வந்து எல்லாமே சுற்றிக்கிட்டு எல்லாம் இது பண்ணிட்டாங்க. அப்படியே பூரா ரவுண்டிங் பண்ணிக்கிட்டு எல்லாம் உள்ள உட்கார வச்சு அங்கேருந்து ஒரே ஒரு 10 நிமிஷம் கூட நிற்கலைங்க, அப்படியே வந்துட்டாங்க. கார்லேயே அடிச்சாங்க, மூஞ்செல்லாம் இது பண்ணி கழுத்தெல்லாம் வந்து ரொம்ப இது பண்ணி பண்ணாங்க, மிரட்டினாங்க. പണം 50,000 രൂപ വന്നത്, വാച്ച് എല്ലാം പിടുങ്ങിയിട്ടാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഉദയൻകുളങ്ങര സ്വദേശി സാമുവൽ തോമസ്, നെയ്യാറ്റിങ്കര സ്വദേശികളായ ബിനോയ് അഗസ്റ്റിൻ, അഭിറാം, കമുകിൻകോട് സ്വദേശി വിഷ്ണു S. ഗോപൻ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ബംഗളൂരുവിൽ യൂബർ ടാക്സി ജീവനക്കാരനാണ് സാമുവൽ തോമസ്. ഇയാളുടെ മാതൃ സഹോദരിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വീട്. വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ്, കേരള പോലീസിന്റെ വ്യാജ ID കാർഡുകൾ, തോക്ക്, തിര, മൊബൈൽ ഫോണുകൾ എന്നിവ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. മൾട്ടി ജിമ്മിലെ ട്രെയിനറാണ് ബിനോയ് അഗസ്റ്റിൻ. മർച്ചന്റ് നേവി ജീവനക്കാരനാണ് അഭിറാം. സാമുവൽ തോമസിന്റെ വീട്ടുവളപ്പിൽ നിന്ന് ഇന്നോവ കാറും ഇരുചക്ര വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ കൊലക്കേസ് പ്രതി ഉൾപ്പെടെ 2 പ്രധാന പ്രതികൾ പിടിയിലാകാനുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. മലപ്പുറം തിരുനാവായയിൽ ബന്ധുക്കൾ തമ്മിലുള്ള കുടിപ്പക മൂലം യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. കൊടക്കൽ സ്വദേശി മനീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ചയാണ് ബന്ധുവായ വിഷ്ണുവിനെ മനീഷ് വെട്ടിയത്. മാസങ്ങൾക്ക് മുമ്പ് മനീഷിന്റെ അമ്മയെ ആക്രമിച്ചതുള്ള വൈരാഗ്യമാണ് സംഭവത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. റിമാൻഡ് കാലാവധി കഴിഞ്ഞ് വിഷ്ണു ജയിലിൽ നിന്നിറങ്ങി മണിക്കൂറുകൾക്കകമായിരുന്നു ആക്രമണം. തിരുനാവായ കൊടക്കലിൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് ബന്ധുക്കൾ തമ്മിൽ സംഘർഷമുണ്ടായത്. മാസങ്ങളായി നിലനിൽക്കുന്ന തർക്കം വലിയ സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. സംഭവത്തിൽ കൊടക്കൽ സ്വദേശി വിഷ്ണുവിന് കഴുത്തിന് വെട്ടേറ്റു. കേസിലെ പ്രതി അഴകത്ത് വളപ്പിൽ മനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാവിലെ ചമ്രവട്ടത്തു നിന്നാണ് മനീഷിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴുത്തിൽ വെട്ടേറ്റ വിഷ്ണു ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിഷ്ണുവിന്റെ നില അതീവ ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മാസങ്ങളായി വിഷ്ണുവും മനീഷും തമ്മിൽ കുടുംബ തർക്കം നിലനിൽക്കുന്നുണ്ട്. 1.5 മാസം മുൻപും ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. അന്ന് സംഘർഷത്തിനിടെ മനീഷിന്റെ അമ്മയെ വിഷ്ണു കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു. ഈ കേസിൽ വിഷ്ണു റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ദിവസമാണ് വെട്ടേൽക്കുന്നത്. സംഘർഷത്തിനിടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ആയുധമെടുത്ത് മനീഷ് വിഷ്ണുവിന്റെ കഴുത്തിൽ വെട്ടുകയായിരുന്നു. കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ് നിലത്ത് വീണ വിഷ്ണുവിനെ ശബ്ദം കേട്ട് ഓടിയെത്തിയ ബന്ധുക്കളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ന്യൂസ് 18 തിരൂർ. കൊല്ലം കുണ്ട്ര കേരളപുരത്ത് വീട്ടമ്മയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ഇളമ്പള്ളൂർ സ്വദേശി അനീഷ് കുട്ടിയെയാണ് കൊല്ലം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. 6 വർഷം മുമ്പാണ് കേരളപുരം അഞ്ചുമുക്ക് സ്വദേശിയായ ഷാജിലയെ പ്രതി കൊലപ്പെടുത്തിയത്. വ്യക്തിവൈരാഗ്യമായിരുന്നു കൊലയ്ക്ക് കാരണം. 2019 ഡിസംബർ 11 രാവിലെ 9 മണിക്കായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം. കേരളപുരം സ്വദേശി ഷാജിലയെയാണ് കുത്തിക്കൊന്നത്. മകളെ സ്കൂൾ ബസ്സിൽ കയറ്റിവിട്ട ശേഷം ഷാജില തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു സംഭവം. പ്രതിയും അയൽവാസിയുമായ അനീഷ് കുട്ടിയെ സംഭവ സ്ഥലത്തു നിന്ന് തന്നെ പിടികൂടുകയായിരുന്നു. പ്രതിയെ ജീവപര്യന്തം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴ അടയ്ക്കാനുമാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ബിന്ദു സുധാകരൻ ശിക്ഷിച്ചത്. 2 വർഷത്തോളം ഈ വിചാരണ നീണ്ടുനിന്നു. പ്രതിഭാഗത്തു നിന്ന് 9 സാക്ഷികളെ വിസ്തരിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഒരു സാഹചര്യ തെളിവുകൾ കൊണ്ട് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞൊരു കേസാണ് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ അഭിപ്രായം. കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്ത് 40 സാക്ഷികളെ വിസ്തരിച്ചു. 68 രേഖകളും 13 തൊണ്ടി മുതലുകളും ഹാജരാക്കി. ഷാജിലയുടെ രക്തം പ്രതിയുടെ വസ്ത്രത്തിൽ കണ്ടെത്തിയത് സുപ്രധാന സാഹചര്യ തെളിവായിരുന്നു. ന്യൂസ് 18 കൊല്ലം.
കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് കേസിൽ പ്രതി അഖിൽ സി വർഗീസ് പിടിയിൽ. കൊല്ലത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കോട്ടയത്തു നിന്നുള്ള വിജിലൻസ് സംഘമാണ് പിടികൂടിയത്. പെൻഷൻ തുകയിൽ 2,39,00,000 രൂപയാണ് അഖിൽ തട്ടിയെടുത്തത്. ഒരു വർഷത്തിലധികം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പ്രതി അഖിൽ സി വർഗീസിനെ കോട്ടയത്ത് നിന്നുള്ള വിജിലൻസ് സംഘം പിടികൂടുന്നത്. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ടിൽ നിന്നാണ് അഖിൽ സി വർഗീസ് പണം തട്ടിയെടുത്തത്. 2020 ഫെബ്രുവരി 25 മുതൽ 2023 ഒക്ടോബർ 16 വരെ പെൻഷൻ ഫണ്ടിൽ നിന്നും അഖിലിന്റെ അമ്മയുടെ പേരുള്ള വ്യാജ അക്കൗണ്ടിലേക്ക് തുക മാറ്റിയായിരുന്നു തട്ടിപ്പ്. വയനാട് ദുരിതാശ്വാസത്തിന് പണം നൽകാനായി അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോഴാണ് ക്രമക്കേട് കണ്ടെത്തിയത്. സമീപ സംസ്ഥാനങ്ങളിലടക്കം അഖിലിനായി വിജിലൻസ് പരിശോധന നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഭരണാനുകൂല സംഘടനാ നേതാവായ അഖിലിനെ സർക്കാർ സഹായിക്കുന്നതായി ആക്ഷേപമുണ്ടായിരുന്നു. അഖിൽ തട്ടിയെടുത്ത പണം നഗരസഭയിലെ ജീവനക്കാരിൽ നിന്ന് വാങ്ങിയെടുക്കാൻ തദ്ദേശ വകുപ്പ് തീരുമാനമെടുത്തിരുന്നു. ഇതോടെ 89 ജീവനക്കാരാണ് കോട്ടയം നഗരസഭയിൽ സ്ഥലം മാറ്റ ഉത്തരവ് നേടിയത്. ന്യൂസ് 18 കോട്ടയം. പൂജപ്പുര ജയിൽ വളപ്പിലെ കഫറ്റീരിയയിലെ മോഷണക്കേസിൽ പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചു. പോത്തൻകോട് സ്വദേശി മുഹമ്മദ് അബ്ദുൽ ഹാദിയാണ് കേസിൽ അറസ്റ്റിലായത്. സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന ഇയാൾ അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. ഈ മാസം 18-നാണ് ജയിൽ വളപ്പിലെ ഫ്രീഡം കഫറ്റേരിയയിൽ മോഷണം നടന്നത്. കഫറ്റേരിയയുടെ ചില്ലുകൾ തകർത്ത് അകത്തുകയറി ഓഫീസിന്റെ വാതിൽ തുറന്ന് മോഷണം നടത്തുകയായിരുന്നു. വിരലടയാള പരിശോധനയിലാണ് അന്വേഷണം അബ്ദുൽ ഹാദിയിലേക്ക് എത്തിയത്. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ അബ്ദുൽ ഹാദി സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. 7 മാസത്തോളം ഫ്രീഡം കഫറ്റേരിയയിലായിരുന്നു ഇയാൾക്ക് ജോലി. ശിക്ഷ കഴിഞ്ഞ് ഈ മാസം 4-നാണ് ഹാദി പുറത്തിറങ്ങിയത്. അതിനു പിന്നാലെയായിരുന്നു മോഷണം. ആഴ്ച അവസാനമായതിനാൽ കഫറ്റേരിയയിൽ കൂടുതൽ പണം സൂക്ഷിക്കുമെന്ന് ഇയാൾക്ക് അറിയാമായിരുന്നു. CCTVകൾ പ്രവർത്തിക്കുന്നില്ലെന്നും മനസ്സിലാക്കിയാണ് മോഷണത്തിനെത്തിയത്. പക്ഷേ വിരലടയാളം കണ്ടെത്താനായതാണ് ഇയാളെ കുടുക്കിയത്. പ്രതിയെ കഫറ്റേരിയയിൽ എത്തിച്ച് തെളിവെടുത്തു. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഇയാൾക്കെതിരെ 7 മോഷണ കേസുകൾ വേറെയുമുണ്ട്. തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ഇനി ചുരുക്കത്തിൽ. കോതമംഗലം ഊന്നുകല്ലിൽ 61-കാരി ശാന്തയെ കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിലായിരുന്ന പ്രതി പിടിയിൽ. അടിമാലി സ്വദേശി രാജേഷാണ് കൊച്ചി മെറീൻ ഡ്രൈവിൽ നിന്ന് പിടിയിലായത്. പാലക്കാട് ചാലിശ്ശേരിയിൽ യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച് 6 പവനോളം ആഭരണങ്ങളും 52,000 രൂപയും കൈക്കലാക്കിയ അംഗപരിമിതരായ യുവാക്കൾ പിടിയിൽ. തിരൂർ ചമ്രവട്ടം സ്വദേശി അരപ്പയിൽ വീട്ടിൽ മുഹമ്മദ് റാഷിദ്, ചാലിശ്ശേരി ആലിക്കര സ്വദേശി മേലേതലക്കൽ ബാസിൽ എന്നിവരാണ് പിടിയിലായത്. പാലക്കാട് വാളയാറിൽ 242 ഗ്രാം മെത്താഫിറ്റാമിനുമായി യുവാവ് പിടിയിൽ. ബംഗളൂരുവിൽ നിന്ന് ബസ്സിൽ വന്ന നിലമ്പൂർ സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് അറസ്റ്റിലായത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ചതിക്കുഴിയിൽ വീഴുന്ന പെൺകുട്ടികളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. സ്കൂളുകളിലെ ബോധവൽക്കരണമോ രക്ഷിതാക്കളുടെ ശാസനകളോ ഒന്നും ഇക്കാര്യത്തിൽ ഫലം കാണുന്നില്ല. കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ നൽകാൻ നീതിപീഠങ്ങൾ തയ്യാറാകുന്നുവെന്നത് ഏറെ ആശ്വാസ്യകരമാണ്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിക്ക് 60 വർഷം തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പാലക്കാട് എടത്തനാട്ടുകര സ്വദേശി മുഹമ്മദ് അജാസിനെയാണ് പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. പിഴസംഖ്യ ഇരയ്ക്ക് നൽകാനും കോടതി വിധിച്ചു. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.